അപ്പോൾ നമ്മൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിരുന്നു ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ എ പോളിനോമിയൽ ടു ബി ഇറെഡ്യൂസിബിൾ അല്ലേ. ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അവർ പോളിനോമിയൽ ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ ഏതാണ് ക്യൂ അല്ലേ. ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഇറെഡ്യൂസിബിൾ എന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, ഇപ്പോൾ ഈ പോളിനോമിയൽ നോക്കിക്കോളൂ നിങ്ങൾ. ഈ പോളിനോമിയലിൻ്റെ ഇതെന്താ വരുന്നത്? ഈ പോളിനോമിയലിൻ്റെ കാര്യത്തിൽ നോക്കൂ, ഇത് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം എന്താ, നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പ്രൈം എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു ഇവിടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമിനുള്ള പോസിബിലിറ്റി ഏതാ? പി ഈസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ എ നോട്ട് 1, എ എൻ എന്ന് പറയുന്നത് അല്ലേ, എ എൻ എന്ന് പറയുന്നത് എന്താ? 1 അല്ലേ. ബാക്കി ഇതാ കോഎഫിഷ്യൻസ് ഒക്കെ അറിയാം, ബാക്കി കോഎഫിഷ്യൻസ് എല്ലാം അല്ലേ. ഇവിടെ എ നോട്ട് 1 ആണ്. P2 ചൂസ് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് മനസ്സിലാവും എന്താണ് എ നോട്ട് കോൺഗ്രുവൻ ടു 0 mod 2 അല്ലേ. എ നോട്ട് കോൺഗ്രുവൻ ടു 0 mod 2. എ നോട്ട് 1 ആണ്. 1 ഈസ് നോട്ട് കോൺഗ്രുവൻ ടു 0 mod 2. അപ്പോൾ എന്ത് പറയും നിങ്ങൾ? പെട്ടെന്ന് നമ്മൾ എക്സാമിനേഷനിൽ വരുന്ന ഒരു ആൻസർ ഷീറ്റിൽ കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. പെട്ടെന്ന് ഈ ക്രൈറ്റീരിയൻ മാത്രമേ മനസ്സിൽ ആലോചിക്കുള്ളൂ. എന്നിട്ട് ഇത് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, സോ ഇറ്റ് ഈസ് നോട്ട് ഇറെഡ്യൂസിബിൾ എന്നൊക്കെ കൺക്ലൂഡ് ചെയ്ത് കളയും. പക്ഷേ വലിയൊരു തെറ്റാണ്. കാരണം നോക്കൂ, ഇത് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അത് ഓക്കെ തന്നെ. സോ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം, ദിസ് പോളിനോമിയൽ does not satisfy the Einstein criteria, so you have to apply another method for checking the irreducibility or reducibility of this polynomial. ഓക്കെ, അല്ലാണ്ട് ഒറ്റയടിക്ക് കൺക്ലൂഡ് ചെയ്ത് കളയരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ. ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ ഇസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ എ പോളിനോമിയൽ ടു ബി ഇറെഡ്യൂസിബിൾ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് കിട്ടി. So in order to check the reducibility of this polynomial, we have to opt another method. Okay, so here you just apply the contradiction method. Suppose this polynomial, we have to show that this polynomial is irreducible over Q. ഇതാണ് ക്വസ്റ്റ്യൻ. You have to prove that this polynomial is irreducible over Q. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യും, ക്വസ്റ്റ്യൻ തെറ്റാണ്, അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിയതിലുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ ഇറെഡ്യൂസിബിൾ ഓവർ Q എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു കോൺട്രഡിക്ഷൻ മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ഇറ്റ് ഈസ് റെഡ്യൂസിബിൾ ഓവർ ക്യൂ. റെഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ദിസ് പോളിനോമിയൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 polynomials ഓഫ് ലോവർ ഡിഗ്രി ദാൻ 4 ഇൻ ക്യൂ ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഏതൊക്കെ പോസിബിലിറ്റീസാണ് ഉള്ളത്? ഇതിന് 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം അല്ലേ. 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആൻഡ് ലീനിയർ പോളിനോമിയൽ അല്ലേ. 3ഉം 1ഉം ഡിഗ്രി വരുന്ന പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. പക്ഷേ ഈ കേസിൽ എന്ത് സംഭവിക്കും? 3 ക്യൂബിക് പോളിനോമിയലിൻ്റെയും ലീനിയർ പോളിനോമിയലിൻ്റെയും പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ ഇതിനെ? ലീനിയർ ഫാക്ടർ ഉണ്ടെങ്കിൽ ലീനിയർ പോളിനോമിയലിൻ്റെ ഇതിപ്പോൾ നമ്മൾ ജി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. 1 ഡിഗ്രി ആയിട്ട് വരുന്ന അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആയിട്ട് വരുന്ന ഈ പോളിനോമിയലിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജി ഓഫ് എക്സ് ഏത് ഫോമിലായിരിക്കും അല്ലേ? സം എക്സ് മൈനസ് എ എന്നുള്ള ഫോമിലായിരിക്കും. ആ സമയത്തിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഫാക്ടർ ആണെങ്കിൽ, എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ
എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ അല്ലേ? അല്ലേ? യെസ്. സോ നോക്കൂ, അപ്പോൾ എ എന്ന് പറയുന്നത് ഇതിൻ്റെ സീറോ ആണെന്ന് നമുക്ക് ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ പറയേണ്ടി വരും അല്ലേ? 3ഉം 1ഉം ഡിഗ്രി വരുന്ന ആളുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും എ ഇസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. അതായത് ഈ പോളിനോമിയലിന് ക്യൂവിലൊരു സീറോ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിന് സീറോ ഉണ്ടോ? ഓവർ ക്യൂ ഇതിന് സീറോ ഉണ്ടോ? സീറോ ഉണ്ടെങ്കിൽ ദാറ്റ് സീറോ മസ്റ്റ് ബി എ ഡിവൈസർ ഓഫ് കോൺസ്റ്റന്റ്. ഇവിടെ കോൺസ്റ്റന്റ് ടൈം ആരാ? 1. ആ 1ന്റെ ഡിവൈസർ ആയിരിക്കും സീറോ ഉണ്ടെങ്കിൽ 1ന്റെ ഡിവൈസർ ആയിരിക്കും. 1ന്റെ ഡിവൈസർ ഇവിടെ ആരൊക്കെ വരിക? 1ന്റെ ഡിവൈസർ ആരൊക്കെ? പ്ലസ് ഓർ മൈനസ് 1 അല്ലേ? ഇവിടെ 1 എഫ് ഓഫ് 1 എന്താ വരുന്നത്? എഫ് ഓഫ് 1 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. എഫ് ഓഫ് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. എഫ് ഓഫ് മൈനസ് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? -8 വരും. രണ്ടിലും നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഈ 3, 1 ഡിഗ്രി വരുന്ന ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. അപ്പം നമ്മൾ എടുക്കുന്നു ഇതിനെ 2 ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നു എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുക. അങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ അതിനുണ്ടെന്ന് സപ്പോസ് ചെയ്യുക. 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇതിനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഇറഡ്യൂസിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ റെഡ്യൂസിബിൾ എന്ന് സപ്പോസ് ചെയ്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിന് 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുക പറയുമ്പോൾ എങ്ങനെ എഴുതാം? പ്ലസ് 8x പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ്, അത് നമ്മൾ ടെക്സ്റ്റിലെ നൊട്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ax പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് കിട്ടിയ. അപ്പോൾ നോക്കൂ, ഇതിന് 2 അതായത് 2 ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യൂ ഓഫ് എക്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. കിട്ടിയോ? അപ്പോൾ ക്യൂ ഓഫ് എക്സിൽ അങ്ങനെ ഒരു ഫാക്ടറൈസേഷൻ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്യൂ ഓഫ് എക്സിലുള്ള ഫാക്ടറൈസേഷൻ. ക്യൂ ഓഫ് എക്സിൽ ഒരു പോളിനോമിയലിന് ഇപ്പോൾ എമ്മും എന്നും ഡിഗ്രി ആയിട്ട് വരുന്ന ഫാക്ടർ ആക്കിയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതേ എമ്മും എന്നും ഡിഗ്രി വരുന്ന ഫാക്ടറൈസേഷൻ ഇസഡ് ഓഫ് എക്സിലും പോസിബിൾ ആണ്. ഡിഗ്രിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇതിന് നമ്മൾ എന്തെന്നാ പറഞ്ഞ് 2 ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യൂ ഓഫ് എക്സിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. സോ ബൈ ദാറ്റ് റിസൾട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സേ ദാറ്റ് it can be expressed as the product of 2 quadratic polynomials in z of x അല്ലേ? അപ്പോൾ ആ ഫാക്ടറൈസേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്ന് z of x ഫാക്ടറൈസേഷൻ ആണെങ്കിൽ ഇത് ഓരോ ആളുകളും എന്തായിരിക്കും? സെഡിലെ ആളുകളായിരിക്കും. സെഡിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജേഴ്സ് ആയിരിക്കും അല്ലേ? ഇനി നമ്മളിത് പ്രോഡക്റ്റ് ചെയ്യുക. ഈ സൈഡ് പ്രോഡക്റ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക, കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക. അപ്പോൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ബി ഡി കോൺസ്റ്റന്റ് ബി ഡി ഈക്വൽ ടു 1. അതുപോലെ നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എ ഡി പ്ലസ് ബി സി ഈക്വൽ ടു -8. അതുപോലെ എന്താ വരുന്നത്? നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. എ സി പ്ലസ് ബി പ്ലസ് ഡി ഈക്വൽ ടു -2. എ പ്ലസ് സി ഈക്വൽ ടു 0. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക. 4th ഡിഗ്രി ടേമിൻ്റെ കോഎഫിഷ്യൻസ്, അതുപോലെ 3rd ഡിഗ്രി ടേമിൻ്റെ, 2nd ഡിഗ്രി ടേമിൻ്റെ, 1st ഡിഗ്രി ടേമിൻ്റെ, കോൺസ്റ്റന്റ് 0 ഡിഗ്രി ടേമിൻ്റെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടുക? ഫസ്റ്റ് കേസിൽ നിന്ന് എന്താ വരിക? ബി ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 1. ഞാൻ പറഞ്ഞിരുന്നു ദിസ് ഇസ് എ ഫാക്ടറൈസേഷൻ ഇൻ ഇസഡ് ഓഫ് എക്സ്. സോ എ ബി സി ഡി ആർ integers. So what about this product? BD equal to 1 implies either B is equal to D equal to 1 അല്ലെങ്കിൽ B equal to D equal to -1. അപ്പോൾ രണ്ടായാലും ഈ കേസ് എന്താ വരുന്നത്? ബിയും ഡിയും ഈക്വൽ ആണ്. അപ്പോൾ ബിയും ഡിയും ഈക്വൽ ആണെങ്കിൽ ഈ ബിക്ക് പകരം എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡിക്ക് പകരം ബി എന്ന് കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഡി ഇവിടെ ബിക്ക് പകരം ഡി കൊടുത്തു എന്ന് വിചാരിക്കുക. ഇനി ഡി കോമൺ എടുക്കുക.
ഇതിൽ നിന്ന് ഡി കോമൺ എടുക്കുക. ഡി കോമൺ എടുക്കുമ്പോൾ എന്താ വരുന്നത്? എ പ്ലസ് സി അല്ലേ? അപ്പോൾ ഡി ഇൻറ്റു എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 8. എ പ്ലസ് സി ഇവിടെ എന്താ? ഇവിടെ 0 ആണ് അല്ലേ? എ പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പോഴേ നമ്മൾക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി അല്ലേ? സോ ഈ ടൈപ്പ് ഓഫ് ഫാക്ടറൈസേഷൻ സെഡ് ഓഫ് എക്സിൽ പോസിബിൾ അല്ല. സെഡ് ഓഫ് എക്സിൽ പോസിബിൾ അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സിലും പോസിബിൾ അല്ല. അപ്പോൾ നമ്മളുടെ സപ്പോസിഷൻ റോങ് ആണ്. റെഡ്യൂസിബിൾ എന്നെടുത്തിട്ട് 2 ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യൂ ഓഫ് എക്സിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ള നമ്മുടെ സപ്പോസിഷൻ ഇസ് റോങ്. സോ അവർ എഫ് ഓഫ് എക്സ് ഇസ് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ. അപ്പം ഞാനത് പറയാൻ കാര്യം ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഇറെഡ്യൂസിബിലിറ്റി നമ്മൾ ഈ രീതിയിലാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഏത് പ്രോബ്ലം കണ്ടാലും ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഇറെഡ്യൂസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു 0 സൈഡിലിടും കേട്ടല്ലോ. ഇനി അടുത്ത പ്രോബ്ലം, ഇതും നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ, അല്ലെങ്കിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് അറിഞ്ഞു ആൻസർ എവിടെ എത്തേണ്ടതെന്ന് മനസ്സിലായി. ചെക്ക് വെദർ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് റെഡ്യൂസിബിൾ ആണോ ഇറെഡ്യൂസിബിൾ. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ് ഇവിടെ? A5, 25, A4, A3 ഇല്ല, A2 -3 അല്ലേ, A1 ഇല്ല, A1 0, A0 -12 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൈം ഉണ്ടോ? ഐൻസ്റ്റീൻ ക്രൈറ്റീരിയയിൽ ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പി എക്സിസ്റ്റ് ചെയ്യുമോ? പി ഈസ് ഈക്വൽ ടു 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പി ഈസ് ഈക്വൽ ടു 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ എന്താ സംഭവിക്കുക? പി ഈസ് ഈക്വൽ ടു 3 സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എൻ അവിടെ A5, 25 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod P. ബാക്കി എല്ലാ ആളുകളും കോൺഗ്രുവൻറ്റ് ടു 0 mod P. വാട്ട് അബൌട്ട് ദി കോൺസ്റ്റന്റ് ടേം A0 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod P square, അതായത് 0 mod 9. So by using Einstein criterion we can conclude that our polynomial is irreducible over Q. അപ്പോൾ രണ്ടിനും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോബ്ലം 2 എടുത്തിട്ടൊന്നും ഉള്ളൂ കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ. എനിക്ക് തോന്നുന്നത് നിങ്ങളത് പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ, പീത്ത് നമ്മൾ സെക്കൻഡ് സെമ്മിൽ വരും സൈക്ലോട്ടോമിക് പോളിനോമിയലൊക്കെ കേട്ടോ. അപ്പോൾ സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ ഏത് പോളിനോമിയലിനെയാണ് പറയുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കിട്ടിയോ? അപ്പോൾ പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സൈക്ലോട്ടോമിക് പോളിനോമിയലിനെ സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഒക്കെ അത് പറയാം കേട്ടോ. സൈക്ലോട്ടോമിക് നമ്മൾ ക്യാപിറ്റൽ 5 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ 5P of X. അപ്പോൾ ഇത് ഏത് പോളിനോമിയൽ എന്നുള്ളതാണ് കേട്ടോ. 1 + x² + etc. + x raised to, ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ. പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? x raised to P - 1 / x - 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 5P of X is equal to x raised to P - 1 / x - 1. നമുക്കപ്പോൾ ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണോ ഓവർ ക്യൂ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കിട്ടിയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നോക്കൂ, നമ്മളൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 5p ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈക്ലോട്ടോമിക് പോളിനോമിയൽ ഏതാണെന്നുള്ളതൊന്നും മനസ്സിലൊന്ന് കുറിച്ച് വയ്ക്കുക കേട്ടല്ലോ. അപ്പോൾ അത് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കൂ ഒരു പോളിനോമിയൽ ചൂസ് ചെയ്യാൻ പോവുകയാണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5p ഓഫ് എക്സ് പ്ലസ് 1. എക്സിന് പകരം എക്സ് പ്ലസ് 1 കൊടുക്കുന്നു. കിട്ടിയോ? ഇതിൽ എക്സിന് പകരം എക്സ് പ്ലസ് 1 കൊടുക്കുമ്പോൾ ഒരു പോളിനോമിയൽ കിട്ടുമല്ലോ. ആ പോളിനോമിയലിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ജി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ വരിക, എക്സ് പ്ലസ് 1 റേസ് ടു പി, എക്സിന് പകരം എക്സ് പ്ലസ് 1, അപ്പോൾ എക്സ് പ്ലസ് 1 റേസ് ടു പി മൈനസ് 1, ഇവിടെ എക്സ് പ്ലസ് 1 -1, അപ്പോൾ എന്തായിട്ട് മാറും, എക്സ് ആയിട്ട് മാറും. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താ, എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്താ, എ റേസ് ടു എൻ പ്ലസ് എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് എൻ സി 2 എ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എന്താ വരുന്നത്, ബി റേസ് ടു എൻ. എൻ സി ആർ ഒക്കെ അറിയാമല്ലോ. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ സി ആർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ അത് ഇവിടെ എക്സ്പാൻഷൻ കൊടുക്കുന്ന സമയത്തിൽ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ടൈം നിങ്ങൾക്കറിയാം 1 ആണ് വരിക, അത് കട്ട് ചെയ്ത് പോകും. ബാക്കി ആളുകൾ എന്താ വരിക, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ. എക്സ് റേസ് ടു പി പ്ലസ് പി സി 1 എക്സ് റേസ് ടു പി മൈനസ് 1 പ്ലസ് പി സി 2 എക്സ് റേസ് ടു പി മൈനസ് 2 അല്ലേ, പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ ബി റേസ് ടു എന്നിന് പകരം 1 റേസ് ടു പി വരും. ഈ ആ 1ഉം ഈ 1ഉം കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ലാസ്റ്റ് ടേം ആരാ വരിക, പി ഇൻറ്റു എക്സ് അല്ലേ. താഴെ ഒരു എക്സും കൂടെ ഉണ്ട്, ഈ എക്സ്. അപ്പോൾ ഇയാൾ വെച്ച് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു, എക്സ് റേസ് ടു പി മൈനസ് 1 പ്ലസ് പി സി 1 എക്സ് റേസ് ടു പി മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ്. കിട്ടിയോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് ജി ഓഫ് എക്സ് എന്ത് കിട്ടി, ഈ പോളിനോമിയൽ കിട്ടി. ഈ ജി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണോ റെഡ്യൂസിബിൾ ആണോ ഓവർ ക്യൂ. പി സി 1 പി സി 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ടേമുകളെല്ലാം എന്ത് ചെയ്യും, ഈ കോഎഫിഷ്യൻസിനെല്ലാം എന്ത് ചെയ്യും, പി ഡിവൈഡ് ചെയ്യും. ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതെല്ലാം എക്സെപ്റ്റ് ദിസ് കോഎഫിഷ്യൻ, ബാക്കി എല്ലാ കോഎഫിഷ്യൻ, അതായത് AN ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ പറയുന്നത് ഇവിടെ. ബാക്കി എല്ലാ ആളുകളും കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണ്. കോൺസ്റ്റന്റ് ടേം ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p സ്ക്വയർ ആണ്. AN ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണ്. So it satisfies the Einstein criterion. So we can conclude that our g of x is irreducible over q. പക്ഷെ ഇതൊന്നുമല്ല നമുക്ക് ചെയ്യേണ്ടത് എന്താ, 5p of x is irreducible over q or reducible over q എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇവിടെ 5p of x plus 1 is irreducible എന്ന് കിട്ടി. ശ്രദ്ധിക്കണേ, 5p of x plus 1 is irreducible over q. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾക്ക് 5p of x ഇറഡ്യൂസിബിൾ ആണോ റെഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക? എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക? ഇപ്പം നോക്കൂ, നമ്മളുടെ 5p of x റെഡ്യൂസിബിൾ ഓവർ q ആണെങ്കിൽ നമ്മളുടെ 5p of x റെഡ്യൂസിബിൾ, 5p ക്യാപിറ്റൽ ലെറ്റർ, 5p of x റെഡ്യൂസിബിൾ ഓവർ q ആണെങ്കിൽ എന്ത് സംഭവിക്കും? Your 5p of x can be written in this way. 5p of x can be expressed as the product of, if it is reducible, you can write this as the product of two non-const f of x അടുത്തത് വേണ്ട, h1 of x and h2.
product of two non-constant polynomials of lower degree than phi p of x. Okay, so if our phi p of x is reducible over Q, we can write our phi p of x in this form. Okay, h1 of x and h2 of x are two non-constant polynomials in Q of x. Then what will happen to this? h1 of എന്തായിട്ട് മാറും? എക്സിന് പകരം എക്സ് പ്ലസ് 1 കൊടുക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും അല്ലേ? അപ്പം എന്ത് കിട്ടി? ജി ഓഫ് എക്സ് അല്ലേ ഇത്? ജി ഓഫ് എക്സ് എന്തായിട്ട് മാറി? റെഡ്യൂസിബിൾ ആയിട്ട് മാറി. പക്ഷെ ജി ഓഫ് എക്സ് എന്താണെന്നെടുത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ? ഇറെഡ്യൂസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് പോസിബിൾ അല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനൊരു അതിന് phi p ഓഫ് എക്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനേക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല Q ഓഫ് എക്സിൽ അല്ലേ? സോ ഇറ്റ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ Q. കിട്ടിയോ?